ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അദ്രികനി. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمدي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, ആയിരത്തി 1989 മഹത്തായ എറണാകുളം സമ്മേളനം സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നികളെ സംബന്ധിച്ചിടത്തോളം കോൾമയർ കൊള്ളിക്കുന്ന ഒരു അധ്യായമാണ് എന്നതിൽ ആർക്കും സന്ദേഹമില്ല. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സുറവുൽ അസീസ് ബഹുവന്തിരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി അൽ മടവൂർ ഖദ്ദസുല്ലാഹു സുറവുൽ അസീസ് ഷെയ്ഖ് അവറുകളുടെ നിർദ്ദേശാനുസരണം പണ്ഡിത പ്രവരന്മാർ നടത്തിയ സമ്മേളനം കേരളീയ ഉലമ ആക്ടിവിസത്തിൻ്റെ കേരളത്തിലെ അഹ്ലുസുന്നത്തി വ ജമാഅത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ ഗതാനുവിഗതികളിൽ ഒരു വലിയ സംഭവം തന്നെയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ. എന്നാൽ ആ പാരമ്പര്യ ഗരിമക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചുകൊണ്ടുള്ള വാക്കിയാത്തുകളാണ് ഈ പറഞ്ഞ 89 സമസ്തയുടെ ഇന്നത്തെ ഗതി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ഞാൻ വളരെ ചുരുക്കി പറയാം. 2012 13 മറ്റോ കുരുവട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ നടന്നിട്ടുള്ളത് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ബഹുമാന്യരായ കുരുവട്ടൂർ ഹാഫിദ് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിത മഹാൻ, അദ്ദേഹത്തെ പണ്ഡിതനായിട്ടും മഹാനായിട്ടും ഒക്കെ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട AP ഉസ്താദാണ് എന്നാണ് എൻ്റെ അറിവ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അദ്ദേഹം അധ്യാത്മശാസ്ത്രം പഠിച്ച വിദ്വൽ പ്രഭവനാണ് എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത് ബഹുവന്തിരായ AP ഉസ്താദാണ് എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ, അങ്ങനെയാണ് അദ്ദേഹം, ഞാൻ ഗൾഫിൽ വന്നപ്പോഴൊക്കെ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി പരിപാടികളുടെ ലൈവുകൾ ധാരാളമായി നടന്നത് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഞാൻ പലതും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ധാരാളമായി ലൈവുകളായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ ധാരാളമായി അന്ന് നടന്നതും അതിൻ്റെ പ്രചരണങ്ങളൊക്കെ ഞാൻ താമസിക്കുന്ന ഭാഗത്തൊക്കെ AP ഉസ്താദിൻ്റെ സംഘടനയുടെ പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നതുമൊക്കെ എൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ വരികയാണ്. അന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്ന മഹത്വങ്ങളും ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല അന്ന്. അദ്ദേഹം ദീർഘകാലം ഏകാന്ത പഥികനായി ആധ്യാത്മിക വഴിയിൽ നടന്നിരുന്ന വ്യക്തിത്വമാണ്, ദുആക്ക് ഇജാബത്തുള്ള വ്യക്തിത്വമാണ് എന്നൊക്കെ അന്ന് ഇവിടുത്തെ പ്രവർത്തകരും മറ്റും പറഞ്ഞിരുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ 2012 13 ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു പ്രസ്താവന വരികയാണ്. അദ്ദേഹവുമായിട്ട് ജനങ്ങൾ വിട്ടുനിൽക്കണം, സുന്നികൾ വിട്ടുനിൽക്കണം എന്നുള്ള കൗതുകമുണർത്തുന്ന ഒരു വാർത്ത. എന്താണ് കാരണമെന്നോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നോ സമസ്തയുടെ പേരിൽ ഇറക്കപ്പെട്ട പ്രസ്തുത പത്രികയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ അറിവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ തൊട്ട് നിങ്ങളെല്ലാവരും മാറി നിൽക്കണം എന്നായിരുന്നു അന്ന് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പ്രസ്താവന
ബഹുവന്ധ്യരായ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സമസ്തയിൽ നിന്ന് തിട്ടൂരമായി പുറപ്പെടുവിച്ചിരുന്നത്. അന്ന് പഞ്ചപുച്ഛ മടക്കി മുകളിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാരുടെ തിട്ടൂരങ്ങളെ നെഞ്ചിലേറ്റിയിരുന്ന ഒരു പ്രായമായിരുന്നതുകൊണ്ടും അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നതുകൊണ്ടും കൂടുതലായി ഞാനും ഒന്നും അന്വേഷിച്ചിരുന്നില്ല. പണ്ഡിതന്മാരാണല്ലോ പറഞ്ഞത്, ഒരു പക്ഷേ അതിലെന്തെങ്കിലും ശരിയുണ്ടാകും എന്നൊക്കെ ഞാനും അന്ന് ധരിച്ചു വശായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ആ മഹാനുഭാവനെ തെറി പറയാനോ അദ്ദേഹത്തെ പഴി പറയാനോ ഇന്നുവരെ ഞാൻ മുതിർന്നിരുന്നുമില്ല. അതിൻ്റെ ആവശ്യവും നമുക്കില്ല. എന്നാൽ മഹാന്മാരായ മഹത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ എല്ലാം അനുഗ്രഹമുള്ളത് കൊണ്ടാണോ എന്തോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു തഅല്ലുഖ് ചെറുപ്പം മുതലേ ഉള്ളത് കൊണ്ടായിരിക്കാം. ഹക്കിൻ്റെ അഖിലുകാരായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെ തീരെയില്ല, ഒരു പണ്ഡിതരെയും ഞാൻ ഇന്നുവരെ ആക്ഷേപിച്ചിട്ടില്ല, അവരെക്കുറിച്ച് മോശമൊന്നും പറഞ്ഞിട്ടുമില്ല. ഹക്കിന് വിരുദ്ധം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്, നിശിതമായ ഭാഷയിൽ അവരെ എതിർത്തിട്ടുണ്ട്, പ്രമാണപരമായി ഖണ്ഡിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും, അതിലൊന്നൊരു സംശയവുമില്ല. അത് എനിക്ക് എൻ്റെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ നൽകിയിട്ടുള്ള വരമാണ്, നിർദ്ദേശമാണ്. അത് ഇൻഷാ അള്ളാഹ് എൻ്റെ മരണം വരെ തുടരുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അദ്ദേഹത്തിനെതിരെയാണ് അങ്ങനെ അന്നൊരു തീരുമാനം സമസ്ത കൈക്കൊണ്ടത്. അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അന്ന് സമസ്ത പറഞ്ഞ ആ തീരുമാനം, അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതൊരു നിഷ്പക്ഷമായ വിലയിരുത്തലാണ്. ഇവിടെ ആരെയെങ്കിലും പുകഴ്ത്തി കാണിക്കാനോ ഉയർത്തി കാണിക്കാനോ ആരെയെങ്കിലും ഇകഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല. ഇവിടെ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, സുന്നത്ത് ജമാഅത്ത്, കറകളഞ്ഞ സുന്നത്ത് ജമാഅത്ത്, 100% അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അത് എവിടെയാണോ, അത് ആരുടെ കയ്യിലാണോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ മശായിഖ്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള നിലപാട്. അതിനെതിരെ എൻ്റെ ബാപ്പ വന്ന് പറഞ്ഞാലും ഞാൻ അനുസരിക്കുകയില്ല ഇൻഷാ അള്ളാഹ്. അതിനി ഏത് ഉസ്താദ് വന്ന് പറഞ്ഞാലും, സുന്നത്ത് ജമാഅത്ത് മുൻഗാമികൾ പഠിപ്പിച്ച ദീൻ, ആ ദീനിനെതിരെ ഏത് ഉസ്താദ് പറഞ്ഞാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതിനെ വിമർശിക്കും, അതിനെ മാന്യമായി ഖണ്ഡിക്കും, അതിനെതിരെ നിലയുറപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ വസ്തുതകൾ, സത്യങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ടാണ് എ പി ഉസ്താദിൻ്റെ കൂടെ നമ്മൾ നിന്നിരുന്നത്? താജുൽ ഉലമയുടെ പിറകിൽ എന്തുകൊണ്ടാണ് അടിയുറച്ചു നിന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കറകളഞ്ഞ നിലപാടുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യത്തിലൂന്നിയുള്ള പ്രസ്താവനകളും പ്രബോധനങ്ങളും പ്രയാണങ്ങളും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലാതെ അവരൊക്കെ തെറ്റുപറ്റാത്ത മഹാമനുഷികളായതുകൊണ്ടോ പാപസുരക്ഷിതമുള്ളവർ കൊണ്ടൊന്നുമല്ല. മറിച്ച് അവരൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പക്ഷത്തിൽ നിലകൊണ്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്ത് ജമാഅത്ത് പാരമ്പര്യ ഗരിമയുള്ള ആ മഹാപ്രസ്ഥാനത്തിൽ അവരുള്ളത് കൊണ്ട് അവരുടെ കൂടെ നിന്നു. അങ്ങനെ ഉള്ള ആ സംഘം ഈ പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിനെതിരായ പാതയിലേക്ക് പോയാൽ അവരെയും ഞാൻ വിമർശിക്കും, അവരോടൊപ്പം നിൽക്കുകയുമില്ല, അവർക്കെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എന്നാൽ കഴിയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദിനെതിരെ സമസ്ത എടുത്ത തീരുമാനത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണൂ. ആദ്യം അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാം, കാണൂ. അല്ല, നേതാക്കന്മാരിൽ പല ആളുകളും എബിസ അടക്കമുള്ള ആളുകൾ അത് പൊന്മള മൊഹീദ്ദീൻ കുട്ടി വാക്കവി എന്ന് പറയുന്ന പണ്ഡിതൻ സമസ്തയിൽ ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. എന്താണ് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നത്? കേട്ടോളൂ. ഉഷാവറയിലൊരു ഉസ്താദന്മാരോട് നേതാക്കന്മാർ ഒരു സംശയം ചോദിക്കുകയാണ്. സമസ്ത കല്ലൈമത്തുലമ മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് തിരുവട്ടൂർ ഹാഫിദ് അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഉസ്താദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രസംഗിക്കുന്നത് അത് പെൺമണിയും പേരോണ്ടെയും ഒരു ഗൂഢതന്ത്രമായൊരു പരിപാടിയാണ്. ഏകാന്തമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും എബിസ അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സമസ്തൻ്റെ തീരുമാനവും ഉസ്താദന്മാരായ മറുപടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാ ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയുന്നത് സമസ്ത ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് കുരുവട്ടൂർ ഹാഫിദിന് എതിരെ ഉപരോധം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹവുമായി വിട്ടുനിൽക്കൽ, തർക്കുൽ മുവാലാത്ത് നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. ഇനി കേട്ടോളൂ. ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ തീരുമാനമെടുത്തിട്ടുണ്ട്. നോക്കൂ, ശരീഅത്തിനെതിരായിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2013 മുതൽ നാളിന്നുവരെ ഏതെങ്കിലും ഒരു ശരീഅത്തിന് വിരുദ്ധമായ നിലപാട് ഹാഫിദ് ഉസ്താദ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് സമസ്തക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പരിശോധിച്ചു, ഇല്ല, എവിടെയുമില്ല. എൻ്റെ പരിശോധനയിൽ ഇതുവരെയും അങ്ങനെ ഒന്ന് സമസ്ത തെളിയിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എങ്കിൽ വെൽക്കം, സ്വാഗതം. ഇതുവരെയും സമസ്ത അത് വിശദീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കേവലം ബ്ലാങ്ക് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നോക്കൂ അദ്ദേഹം പറയുന്നത്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫക്ക് തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ മുസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റയീസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ഉസ്താദ് ആവർത്തിച്ചു പറയുന്നു, ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഒന്നുകൂടി കേൾക്കൂ. അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ സുലൈമാൻ അലി ബാഫക്ക് തങ്ങളോ അത് പൊന്മളയോ യാതൊരു ഇളവും ഇല്ല, അതിൽ യാതൊരു ഇളവുമില്ല. ഹാഫിദ് കുരുവട്ടൂർ എന്ന് പറയുന്ന ഉസ്താദുമായിട്ട് പണ്ഡിതനുമായിട്ട് വിട്ടുനിൽക്കുന്നതിൽ തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തുന്നതിൽ യാതൊരു ഇളവുമില്ല എന്നാണ് ഉസ്താദ് ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് നുണയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയേണ്ടി വരില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നോക്കൂ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ദാ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ഒരു നിലക്കും അവരുമായിട്ട് ബന്ധപ്പെടരുത് എന്നാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉസ്താദാണ് തൊപ്പിയിട്ടത്. ഇതെന്താ സംഭവം? ഹാഫിദ് ഉസ്താദ് കുരുവട്ടൂർ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖും അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നത് ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ
അവിടുത്തെ ആധ്യാത്മിക ശിക്ഷണത്തിൽ വളർന്ന, അവിടുത്തെ ആധ്യാത്മികമായ നേതൃത്വത്തിൽ, അവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു നോട്ടത്തിൽ ആധ്യാത്മിക മഹത്വം ലഭിച്ച ഒരു മഹാപണ്ഡിതൻ, ഒരു മഹാനുഭാവനായിട്ടുള്ള ഉമ്മിയായിട്ടുള്ള മഹാൻ ഷെയ്ഖ് സൽമാൻ ബാവ എന്നവർ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഹാഫിദ് ഉസ്താദ് എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഹാഫിദ് ഉസ്താദിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ പ്രവർത്തന പദ്ധതികളും ഷെയ്ഖ് സൽമാൻ ബാവ എന്ന് പറയുന്ന മഹാനുഭാവൻ്റെ നിർദ്ദേശാനുസരണമാണ്, മഹാനുഭാവൻ്റെ ഉപദേശപ്രകാരമാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെയുള്ള ഹാഫിദ് ഉസ്താദിനേക്കാൾ, അല്ലെങ്കിൽ ഹാഫിദ് ഉസ്താദിനെ പോലെ തന്നെ സമസ്ത തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തുന്ന ഷെയ്ഖ് സൽമാൻ ബാവ എന്ന് പറയുന്ന മഹാനുഭാവൻ്റെ സവിധത്തിൽ AP ഉസ്താദും ചെറിയ AP ഉസ്താദും ഈ പറയുന്ന തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ പോവുകയും അവിടെ പഞ്ചപുച്ഛമടക്കിയിരിക്കുകയും അവരുടെ സവിധത്തിൽ നിന്ന് ആധ്യാത്മികമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ ചെറിയ കുട്ടികളെപ്പോലെ കേട്ടുകൊണ്ട് മനസ്സ വാച കർമ്മണ അത് നടപ്പിൽ വരുത്താമെന്ന പ്രതിജ്ഞയെടുക്കുന്നതുമായിട്ടുള്ള ചിത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ധാരാളം വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഹളറത്തിൽ വെച്ചുകൊണ്ട് തന്നെ സമസ്ത തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തണമെന്ന് പറഞ്ഞ ഹാഫിദ് ഉസ്താദിന് AP ഉസ്താദ് വളരെ സൗഹൃദത്തിൽ മാല ഇട്ട് കയ്യിൽ കൊടുക്കുന്നു. ഇട്ട് ഷെയ്ഖ് സൽമാൻ ബാബ ഇട്ട മാല അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കുന്നു. ഈ മഹാനായ ഷെയ്ഖ് സൽമാൻ ബാബ എന്നവരെ കുറിച്ച് നേരത്തെ പൊന്മള ഉസ്താദ് തന്നെ ഫത്വ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉഡായിപ്പാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്മള ഉസ്താദ് തന്നെ ഷെയ്ഖ് സൽമാൻ ബാവ എന്ന് പറയുന്ന മഹാനെ കുറിച്ചിട്ട് നേരത്തെ തന്നെ ഫത്വ കൊടുത്തിട്ടുള്ളതുമാണ്. അങ്ങനെ ഇരിക്കെ ആ മഹാനുഭാവന്റെ സവിധത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ തീരുമാനമെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് AP ഉസ്താദ് പ്രസ്താവന ഇറക്കിയ അതേ AP ഉസ്താദ് തന്നെ ആ മഹാനുഭാവന്റെ സവിധത്തിൽ പഞ്ചപുച്ഛമടക്കിയിരിക്കുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ നുണയാകണ്ടേ? എന്താ AP ഉസ്താദ് പറഞ്ഞ നുണക്ക് എന്താ പ്രത്യേക വല്ല പവിത്രതയുമുണ്ടോ? AP ഉസ്താദിന് നുണ പറയുന്ന അള്ളാഹു പ്രത്യേകിച്ച് വല്ല അനുവാദവും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ അറിയാൻ മേലാണ് ചോദിക്കുന്നു. അല്ലെങ്കിൽ തെറ്റ് പറ്റിയതാണെങ്കിൽ ഉസ്താദ് തെറ്റേറ്റു പറയണം. ഇവിടെ ഇപ്പോൾ പല ആളുകളും പല ക്യാപ്സൂളുകളും ചമച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ചേരി മജീദും മലപ്പുറം മൊയ്തീനും, 2 സഹോദരങ്ങൾ, ഇക്കാക്കയും അനിയനും. ഈ ഇക്കാക്കയും അനിയനും മഞ്ചേരി മജീദ്, മലപ്പുറം മൊയ്തീൻ, 2 പേരും നുണകൾ ഇങ്ങനെ ഭണ്ഡാരമാക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്സൂളുകളായിട്ട്. നമ്മൾ ആദ്യം കേട്ടത് എന്താണ്? ആദ്യം കേട്ടത് ഇതൊക്കെ എഡിറ്റാണ് എന്നായിരുന്നു. ബഹുമാനപ്പെട്ട AP ഉസ്താദും ചെറിയ AP ഉസ്താദും ഷെയ്ഖ് സൽമാൻ ബാവ എന്ന് പറയുന്ന മഹാന്റെ സവിധത്തിൽ പോയതൊക്കെ എഡിറ്റുകളാണ് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ ക്യാപ്സൂൾ ഇറക്കി. അപ്പോഴാണ് അതാ മലപ്പുറം മൊയ്തീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, അതൊന്നും എഡിറ്റിംഗ് അല്ല, അതൊക്കെ ശരിയായി നടന്നിട്ടുള്ളതാണ്, നമ്മുടെ പണ്ഡിതന്മാർ അവിടെ പോകാറുണ്ട്. അപ്പോൾ അതാ വാളക്കുളത്തുകാരൻ മറ്റൊരു മലി പറയുന്നു, വർഷങ്ങളായിട്ട് ഉസ്താദ് പോകാറുള്ളതാണ് എന്നവിടെ പറയുന്നു. ഇതെങ്ങനെ ശരിയാവും? അവരുമായിട്ട് തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തേണ്ടതല്ലേ? പിന്നെ എങ്ങനെ അവിടെ പോകാൻ പറ്റും? തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നിലക്കും ബന്ധം വിച്ഛേദിക്കുക എന്നാണ്. ഒരു നിലക്കുമുള്ള മുആമലാത്തുകളും ഒരു നിലക്കുള്ള കെട്ടുപാടുകളും സാധ്യമല്ല. സലാം പറയാൻ പറ്റുമോ? പറ്റൂല. ചിരിക്കാൻ പറ്റുമോ? പറ്റൂല. അടുത്ത് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തണം, ബന്ധം വിച്ഛേദിക്കണം, ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞവർ തന്നെ ആ വാക്കിന് വില കൽപ്പിക്കാതെ അവിടെ പോവുകയും അവരുടെ ഹദറത്തിൽ ഇരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും അവരുടെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടു നോക്കൂ. അത് തനിയിൽ നിരത്തിലുള്ള താഴെത്തരങ്ങളിലായി ആക്കി വരണ്ടിയായി എളിയായി വരണ്ടിയായി അതായി കിട്ടാൻ ലേശം മണിക്കൂർ
ഉദ്ഘാടനം എന്താ ചെയ്തതെന്ന് അങ്ങനെ ചെയ്യണം. അതിന് വേറെ ഒരു ഇതിലുണ്ട്. അതിന് വേറെ പറഞ്ഞു അത് പറയുന്നത്. അപ്പൊ കണ്ടല്ലോ, ഷെയ്ഖ് സൽമാൻ ബാബ എന്ന് പറയുന്ന മഹാന്റെ സവിധത്തിൽ ബഹുവന്ത്യരായ AP ഉസ്താദും ചെറിയ AP ഉസ്താദും ആ പണ്ഡിതന്മാർ, ആ മഹാനുഭാവന്മാർ അവിടെ പോയിരുന്നു കൊണ്ട് അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ, എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ചില വീഡിയോസാണ് ഇതെല്ലാം. മറ്റൊരു വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദും അവിടെ ഉണ്ട്. ഹാഫിദ് ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കുന്നു, ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഹക്കീക്കത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. മഹാനായ ഭാവ എന്നവർ ഉസ്താദിന് ഹാരാർപ്പണം നടത്തുന്നു. ആ മാല ഉസ്താദ് ഹാഫിദ് ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ വളരെ സൗഹൃദപരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? ഇനിയും ധാരാളം ഇത് സംബന്ധിയായിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും. 40 വർഷമായിട്ട് AP ഉസ്താദ് അവിടെ പോകുന്നതാണ്, അവരുമായി ബന്ധമുള്ളതാണ്. AP ഉസ്താദ് മാത്രമല്ല, AP ഉസ്താദിൻ്റെ കൊച്ചുമകനാകുന്ന ബഹുമാനപ്പെട്ട അസ്വരി ഉസ്താദിൻ്റെ മകൻ ഹാമിദ് അടക്കം അവരുടെ ഒരു ഖാദിമാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി അവിടെ പോകുന്നു, ആദരിക്കുന്നു. AP ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പലപ്പോഴായിട്ട് പലരിലൂടെ അദ്ദേഹത്തിലെത്തുന്നു. ഇതെല്ലാം എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ ഈ സമസ്തയുടെ തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ധാരാളം സുന്നികൾ മഹാനായ ഈ ഷെയ്ഖിനെ അതുപോലെ ഹാഫിദ് ഉസ്താദിനെയൊക്കെ തെറി പറയുകയാണ്, ചീത്ത പറയുകയാണ്, ഒരു കാരണവുമില്ലാതെ. ഇതെന്ത് സുന്നി പ്രസ്ഥാനമാണ് സുഹൃത്തുക്കളെ? ഇതാണോ സുന്നിയത്ത്? എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് ആ മഹാനുഭാവന്മാർക്കെതിരെ ഇവർ പ്രയോഗിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മഞ്ചേരി മജീദും മലപ്പുറം മൊയ്തീനുമാണോ? അതുപോലെ വാളക്കുളം. നോക്കൂ മറ്റൊരു വീഡിയോ. TMC ഉസ്താദാണ് തൊപ്പിയിട്ടത്, അവരായിരുത്തം തന്നെ മാറ്റമില്ല. കണ്ടോ? ബഹുമാനപ്പെട്ട TMC ഉസ്താദ് അദ്ദേഹത്തെയും ഇതുപോലെ നേരത്തെ പുറത്താക്കിയതാണ്. അദ്ദേഹം പിഴച്ച ത്വരീഖത്തിന്റെ ആളാണ്, അദ്ദേഹം നിസ്കരിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ്റെ നാടാവുന്ന എറണാകുളത്ത് ശക്തമായ പ്രവർത്തനം നടത്തിയിരുന്ന TMC ഉസ്താദ് ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നതോ TMC ഉസ്താദും ഷെയ്ഖ് സൽമാൻ ബാബ എന്നവരും AP ഉസ്താദും ഒരേ ഹദറത്തിലിരിക്കുന്നു. പുറത്താക്കിയവരെങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും? തർക്കുൽ മുവാലാത്ത് അവരുമായിട്ട് വെച്ച് പോലെ തന്നെ കള്ളത്തൊരീക്കത്തുകാരെന്ന് പറഞ്ഞ ബിദ്അത്തുകാരുടെ പട്ടികയിലല്ലേ നമ്മൾ പെടുത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എങ്ങനെ പറ്റും? അപ്പോൾ AP ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അവർക്കറിയാം മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ നിന്ദിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ അവരുടെ ആഖിറം പേടിച്ചുകൊണ്ട് ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന ശൈഖന്മാരുടെ സ്വാലിഹ്യങ്ങളുടെ അടുത്ത് പോകുന്നു, അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതേസമയം ഉസ്താദിൻ്റെ സംഘടനയിലെ വകതിരിവില്ലാത്ത, വകതിരിവ് ലവലേശമില്ലാത്ത ഇത്തരം മജീദുമാരും മൊഹീദ്ദീന്മാരുമൊക്കെ ഒരു വലിയ വിഭാഗം പ്രവർത്തകരെ ഇതുപോലെ അവരുടെ ആഖിബത്തും ആഖിറവും നഷ്ടപ്പെടുത്തി വിനഷ്ടമാക്കിക്കൊണ്ട് തെറി പറയാൻ പരിശീലിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് അല്ലെങ്കിൽ മറ്റു അതുപോലെയുള്ള മറ്റ് സമശീർഷരായ പണ്ഡിതന്മാർക്ക് ഈ വഴിതെറ്റിയ ഉമ്മത്തിനെ നയിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഈ സമസ്തയുടെ പണ്ഡിതന്മാർ, പൊന്മള ഉസ്താദ് പോലും ഈ ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് കള്ളത്തൊരീഖത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പറയപ്പെടുന്ന ഈ മഞ്ചേരി മജീദും മലപ്പുറം മൊയ്തീനും അടക്കമുള്ള, അതുപോലെ പറമ്പിൽ ബസാറിലെ മൈമുട്ടിയും വാളക്കുളവും അടക്കമുള്ള ഈ ദൂഷിത വലയം ഈ പറയപ്പെടുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകരെയും മറ്റു പണ്ഡിതന്മാരെയും ഒക്കെ ഇവർക്കെതിരെ വഴിതിരിച്ചു വിടുമ്പോൾ പറയുന്ന ആരോപണം എന്താണ്? കള്ളത്തൊരീഖത്തിൻ്റെ ആളുകൾ എന്നാണ്. നഅൂദുബില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് മരിക്കണ്ടേ? നിങ്ങൾ മരിച്ചു പോകാനുള്ളവരല്ലേ? നിങ്ങൾ മരിക്കില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? ചത്തുപോകും സഹോദരങ്ങളെ, ഈമാനില്ലാതെ ചത്തുപോകും നിങ്ങൾ മനസ്സിലാക്കണം. സത്യത്തിൻ്റെ തരിമ്പുമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദും ചെറിയ AP ഉസ്താദും അവരെ പോലെയുള്ള പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. വ്യാജ പണ്ഡിതന്മാരുടെ വ്യാജോക്തികളിൽ കുടുങ്ങി
നിങ്ങളുടെ ആഖിറവും ആഖിബത്തും നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ റമദാൻ മാസത്തിൽ ഇതെന്റെ ഉത്തരവാദിത്തമായി ദൗത്യമായി ഞാൻ ഗണിക്കുന്നു. പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ മാത്രമാണ് അവരെ നമ്മൾ ആദരിക്കുക. സത്യത്തിനെതിരെ ഏത് കൊലകൊമ്പം പറഞ്ഞാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല കേട്ടോ. ഇത് ഔലിയാക്കളുടെ സംഘമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ മഹാന്മാർ കൈമാറി തന്ന പ്രസ്ഥാനമാണത്. അത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വിലയാണ് സമസ്തക്ക് എന്നുള്ളത്? 10 പൈസയുടെ വിലയുണ്ടോ സമസ്തക്ക്? എത്ര പിഴച്ച വാദങ്ങൾ ഇവിടെ പറഞ്ഞു. പൊന്മള ഉസ്താദ് പറയുന്നുണ്ട്, എണ്ണി ഉസ്താദ് പറയുന്നു. എന്താ പറയുന്നത്? അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, വിലായത്ത് വാദിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് എന്തെങ്കിലും ഹാഫിദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയുന്നില്ല പൊന്മള ഉസ്താദിന്. അതേസമയം ഇവിടെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യാജാത്മീയതമായി നടക്കുന്ന, അസ്മാ ത്വൽസമാത്ത് അടക്കമുള്ള കള്ള കച്ചവടവുമായി നടക്കുന്ന, പൈശാചിക ചികിത്സയുമായി നടക്കുന്ന ചില കള്ളന്മാരുടെ പരിപാടികൾക്ക് പോയി അവിടെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അതെങ്ങനെ ശരിയാകും? അസ്മാഉം ത്വൽസമാത്ത് എന്നൊക്കെ പറഞ്ഞ് പൈശാചിക സേവയുമായി ഇവിടെ കച്ചവടം നടത്തുന്ന കള്ളന്മാരായിട്ടുള്ള ആധ്യാത്മികവാദികൾ, ആധ്യാത്മിക വ്യാജ സിദ്ധന്മാർ, അവരിവിടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെയെല്ലാം നിർഭാഗ്യവശാൽ ഉസ്താദിനെ പോലുള്ളവരെ കാണുന്നത് തീർച്ചയായിട്ടും സംശയം ജനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പൊന്മള ഉസ്താദിനെ പോലുള്ളവർ അത്തരക്കാരായ പൈശാചിക ബാധയേറ്റവരെ അല്ലെങ്കിൽ പൈശാചിക ചികിത്സ നടത്തുന്നവരെ, ദുർമന്ത്രവാദികളെ തിരുത്താത്തത്? എന്തിനാ അവരുടെ ആലയിൽ പോയി അവർക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം? പ്രിയപ്പെട്ടവരെ, എൻ്റെ നാടാകുന്ന എറണാകുളത്തെ കുറച്ചപ്പുറത്തായിട്ട് ആലപ്പുഴ ഭാഗത്ത് ഒരു ദുർമന്ത്രവാദി, അയാൾ വലിയ കച്ചവടം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദുർമന്ത്രവാദിയുടെ ആലയിൽ പോയി അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രിയകൾക്കും ആശ്വാസവും ആശിഷും നൽകുന്ന കാര്യം നമുക്ക് യോജിച്ചതാണോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമല്ല. വിധി വൈപരീത്യം എന്നേ പറയണ്ടു. മഹാന്മാരെ, സ്വാലിഹീങ്ങളെ ഇവിടെ ആളുകൾ ചീത്ത പറയുന്നു. എന്തുകൊണ്ടാണ് AP ഉസ്താദിനോ പൊന്മള ഉസ്താദിനോ ഇടപെട്ടുകൊണ്ട് മക്കളെ നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളോട് വിട്ടു നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ചീത്ത പറയാനോ പഴി പറയാനോ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? ഈ ചീത്ത പറയുന്നവനും തെറി പറയുന്നവനും നാളെ ഈമാനില്ലാതെ ചത്തുപോകും. ഒരു സംശയവും വേണ്ട. മൻ ആദാലി വലിയൻ ഫഖദ് ആദത്തുഹു ബിൽ ഹർബ്. അവൻ ഈമാനില്ലാതെ ചാകുന്നതിന് ഉത്തരവാദിത്വം പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നിങ്ങളിൽ കൂടി നിക്ഷിപ്തമാണ് കേട്ടോ. നിങ്ങൾക്ക് കൈകഴുകാൻ സാധിക്കുകയില്ല. ഈ പറയപ്പെടുന്ന ഈ മുസ്ലിയാർ, മലപ്പുറം മൊയ്തീൻ എന്ന് പറയുന്ന ഈ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ആൾ പ്രസംഗിക്കുകയാണ്. തനിച്ച രാഷ്ട്രീയക്കാരന്റെ പ്രഭാഷണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൽമാൻ ബാബ എന്നിവരുടെ ഹദ്റത്തിൽ AP ഉസ്താദും ചെറിയ AP ഉസ്താദും പോയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, മൈസൂർ കല്യാണത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ പുറത്തു വിടാം. അതൊക്കെ ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്, പലയിടത്തും പോകും, അച്ഛൻ്റെ അടുത്ത് പോകും, സ്വാമി അടുത്ത് പോകും, അതുകൊണ്ട് അച്ഛൻ്റെ ആശയം സ്വീകരിച്ചു എന്നാണോ? അങ്ങനെയാണോ സമസ്തയുടെ ആദർശം? ഇത്തരം ബാലിശമായ വാദം സുന്നത്ത് ജമാഅത്ത് പഠിച്ചവന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. സയ്യിദി ഉസ്താദെ, എൻ്റെ സുഹൃത്തു കൂടിയാണ് സയ്യിദി ഉസ്താദ്, കൊട്ടുക്കര സയ്യിദി ഉസ്താദ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം തെമ്മാടിത്തരം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രശ്നമില്ല, ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. തനിച്ച രാഷ്ട്രീയക്കാരന്റെ പ്രഭാഷണമാണ് ഉസ്താദ് നടത്തിയത്. അറിയുമോ നിങ്ങൾക്ക്? തർക്കുൽ മുവാലാത്ത് പോലെയാണോ അച്ഛൻ്റെ അടുത്ത് പോകൽ, സ്വാമി അടുത്ത് പോകൽ? അതുപോലെയാണോ തർക്കുൽ മുവാലാത്ത് ചെയ്യലാണോ അത്? അല്ലല്ലോ. സ്വാമി അടുത്ത് പോകാം, അച്ഛൻ്റെ അടുത്ത് പോകാം, ആരെടുത്തും പോകാം. ബിദ്അത്തുകാരൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? അത് പകരുന്നതാണ്. അതിന് പല ന്യായങ്ങളുമുണ്ട്. ഇങ്ങനെ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടത്തിന് വേണ്ടിയാണ് അത്രേ പോയത്. എന്ത് കച്ചവടം? കച്ചവടം ചെയ്യാൻ പറ്റുമോ? ബിദ്അത്തുകാരോട് കച്ചവടം ചെയ്യാൻ പറ്റുമോ? തർക്കുൽ മുവാലാത്ത് വേണമെന്ന് പറയുന്നത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, പറ്റില്ല. ഒരു നിലക്കുമുള്ള ബന്ധങ്ങളും പറ്റില്ല എന്നാണ് സമസ്തയുടെ തീർപ്പ്, മുൻഗാമികളുടെ. അപ്പൊ പിന്നെ അങ്ങനെ പറ്റും? അപ്പൊ ഇതുപോലെ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന ഞൊണ്ടി ന്യായങ്ങളും വിശദീകരണങ്ങളും നടത്തുന്ന സുന്നത്ത് ജമാഅത്ത് അല്ലേ? അല്ല. ഇത് തികഞ്ഞ ഭൗതിക പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. വിശുദ്ധമായ ഹദീസിൽ നമുക്കറിയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഉലമാഉം ശർറുൻ മൻ തഹത അദീമിസ് സമാ വതഖറുജുൽ ഫിത്നതു. അവരിൽ നിന്നാണ് ഫിത്ന ഉണ്ടാകുന്നത്. ഉലമാഉഹും ശർറുൻ മൻ തഹത അദീമിസ് സമാ. ഭൂമിയുടെ താഴെ ഏറ്റവും മോശപ്പെട്ട ഒരു വിഭാഗമായി ഈ പണ്ഡിതന്മാർ ഉണ്ടാകും.
മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദു. അവരിൽ നിന്നാണ് സകല ഫിത്നകളും ഉത്ഭവിക്കുന്നത്. അതിന്റെ നേർചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം ബോധ്യമായാൽ പറയണ്ടേ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവർത്തകരെ, നിങ്ങൾ ഖേദിച്ച് മടങ്ങണം കേട്ടോ, നിങ്ങളങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ എന്നല്ലേ പറയേണ്ടത്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് സിദ്ഖുള്ളവൻ, ഖൽബിൽ ഈമാനുള്ളവൻ പറയേണ്ടത്, തെറ്റുപറ്റിയെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇത് ദീനാണ്, രാഷ്ട്രീയമല്ല. ആ മുസ്ലിയാർ അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? തനിച്ച രാഷ്ട്രീയക്കാരന്റെ പ്രഭാഷണം. അയാൾ 10 ജന്മം ജനിച്ചാൽ തെളിയിക്കാൻ പറ്റുമോ അയാൾക്ക്? ഉസ്താദ് കച്ചവടത്തിനാ പോയതെന്ന് എ പി ഉസ്താദ് സമ്മതിക്കുമോ? അത് ഉസ്താദ് പറയുമോ? അത് ഒരിക്കലുമില്ല. ഉസ്താദിന് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഷെയ്ഖ് സൽമാൻ ബാവ എന്നവരുമായിട്ട്. അറിയുമോ നിങ്ങൾക്ക്? എന്തിനാണ് നമ്മൾ മടിക്കുന്നത് മഹാന്മാരെ അംഗീകരിക്കാൻ? എന്താവശ്യത്തിന്? ഇവിടെ പിഴച്ചവാദങ്ങൾ ഇവിടെ ഉന്നയിച്ചപ്പോ എവിടെ പോയിരുന്നു സമസ്ത? മുത്തുറസൂലുള്ളാഹിക്ക് നേരിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് മുത്തുറസൂലുള്ളാഹിയുടെ പേരും പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ വരും എന്നൊക്കെയുള്ള പിഴച്ചവാദങ്ങൾ, കറാമത്തുകൾ പറയാൻ പാടുള്ളതല്ല. ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹി എന്ന് പറയുന്ന മഹാനുഭാവൻ, അവർക്ക് ഖുതുബുൽ ആലം എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ പിഴച്ചവാദങ്ങൾ സമസ്തയുടെ പേരിൽ സമസ്തക്കകത്തു നിന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയി നടപടി? എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് അവരെ തൊട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞില്ല? ദുരുപദിഷ്ടമല്ലേ ആ തീരുമാനം, പ്രിയപ്പെട്ടവരെ? അതാ ഞാൻ പറഞ്ഞത്, 10 പൈസയുടെ വില സമസ്തക്കില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധമായ റൗദ ഷരീഫിൽ വെച്ചുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമളാൻ മാസത്തിൽ ഞാൻ പറയുന്നത് നോണയല്ല, റമളാൻ മാസത്തിൽ പറയുന്നു. വിശുദ്ധ കുബ്ബയുടെ സമീപത്ത് വെച്ച് ഒരു വലിയ മഹാനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞതാണ്, സുന്നത്ത് ജമാഅത്ത് നടപ്പിലാക്കുന്നത് സമസ്തയല്ല, അത് മശായിഖന്മാരാണ്, മഹാന്മാരാണ്, അല്ലാതെ സമസ്തയാണെന്ന് നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ മോനെ എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. റമളാൻ മാസത്തിലാണ് പറയുന്നത്. മനസ്സിലായോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറി ചിന്തിക്കുക. ഇനിയെങ്കിലും സുന്നിയത്ത് നിങ്ങൾക്ക് തരിമ്പുമെങ്കിലും നിങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും തെറ്റുതിരുത്തി ഖേദിച്ചു മടങ്ങുക. അവരുടെ കാൽക്കൽ പോയി വീണ് മാപ്പപേക്ഷിക്കുക. എ പി ഉസ്താദും ചെറിയ പി ഉസ്താദുമൊക്കെ അവരുടെ ആഖിബത്തും ആഖിറവും രക്ഷപ്പെടുത്താൻ വേണ്ടി അതാ ഒരു വാക്ക് പോലും അവരെക്കുറിച്ച് മോശം പറയുന്നില്ല. എന്നാൽ ചില തൽപര കക്ഷികളുടെ പ്രേരണ മൂലമായിരിക്കാം പലപ്പോഴും ഉസ്താദ് ചിലതൊക്കെ പറഞ്ഞു പോകുന്നു. പക്ഷേ ഉസ്താദ് അങ്ങനെ പറയുന്നയാളാണെങ്കിൽ, ആ പറഞ്ഞതിൽ ഉസ്താദിന് വിശ്വാസമുണ്ടെങ്കിൽ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഉസ്താദ് ഒരിക്കലും അവിടെ ഹദറത്തിൽ പോകാൻ പാടില്ലല്ലോ. കാരണം ഉസ്താദിന്റെ സംഘടനയിലെ പ്രധാനിയായ പൊന്മള ഉസ്താദാണ് അദ്ദേഹത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? നോക്കൂ, ഉസ്താദ് പറയുന്നു, നോക്കൂ. അതിപ്പോ ഒരു ഹാഫിളിന്റെ കാര്യം, അത് തെരീക്കത്തും പറഞ്ഞു, പിന്നെ ഇല്ലാത്ത നമ്മൾ പറയണ്ട. അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ തെരീക്കത്ത്? ഇല്ല, തെരീക്കത്ത് കേട്ടില്ല. നമ്മളെ എതിർത്ത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ആളുകൾ മുഴുവൻ അയാൾ വലിയാണെന്നും പറഞ്ഞു. നമ്മുടെ വലിയ ഒന്ന് വേറെ, തെരീക്കത്തും ഷെയ്ഖും ഒന്ന് വേറെ. അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല. അയാളും അയാളെ ആളുകളും അയാളെ വിലായത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ വന്നത് തന്നെ. അതിന്റെ പിന്നാലെ കണ്ടമാന ആളുകൾ പോയി. എങ്ങനെ പോയി? ഇത് കേട്ടിട്ട്. അയാളും പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ അതിൽ കുറെ എണ്ണം കേട്ടിട്ടുണ്ട്, അതെല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയം കിട്ടൂല. പക്ഷേ ആ കേട്ടതിന്റെ ഒന്നും അനുഭവസ്ഥനായിരുന്നില്ല. ഒക്കെ ചോദിച്ചു നോക്കുമ്പോ ഇയാൾ പറഞ്ഞു തന്നെയാണ്. ഇതിനൊക്കെ ആള് മൂപ്പരെന്നെ പറഞ്ഞതാണ്. മൂപ്പര് കാട്ടുന്ന വന്നതെന്നു, കാട്ടിൽ നിങ്ങോട്ട് പോന്നപ്പോ മൂപ്പരെ മൂപ്പരെ തെരഞ്ഞിങ്ങോട്ട് വന്നു. ഇപ്പൊ ആ കുതിര അവിടെ തന്നെ ഉണ്ട്. ആ കുതിരയെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു, കുതിരയെ ചുംബിക്കുന്നു. ഇങ്ങനെ വലിയ സംഗതിയുണ്ട്. അതിനിടയിൽ ഇപ്പോ അയാളെ വലിയ മുഹിബായ ഒരാള് അയാളെ പറ്റിയൊരു മാലയും കുതിരനെ പറ്റിയൊരു മാലയും, 2 മാല, ഒരു കുതിരമാലയും ഒരു ശൈഖമാലയും. ആ മാലയിൽ പറയുന്ന ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്നയാളുടെ പേരമകനാണ്, സയ്യിദാണെന്നാണ്. ഈ വാദം ഇയാൾ കുറെ നേരത്തെ വാദിച്ചതാണ്. അന്ന് ഇയാളെ വാപ്പാനോട് ചോദിച്ചു, ആരോ പോയിട്ട് നിങ്ങളെ മകൻ ഇങ്ങനെ സയ്യിദാൻ പറയണ്ടല്ലോ. അന്ന് വാപ്പാൻ ഓനും പിരാന്ത് എന്തോ അവന് ഹയാല് കുടുങ്ങിയതാണ്,
എന്ന് അന്ന് പറഞ്ഞത്. ഇപ്പൊ പിന്നെ നോക്കൂ, ഒരു പണ്ഡിതനെതിരെ നിലപാടെടുക്കാനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. അവരിത് പറയുന്നു, ഇവരത് പറയുന്നു. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ, നാമുംകിനായ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഖബറിൽ നിന്ന് കിതാബ് കൊടുക്കുന്നു, അതെന്താ കൊടുത്തുകൂടെ? ഖബറിൽ മഹാന്മാർ ജീവിച്ചിരിക്കുന്നവരാണ്. വെളിയങ്കോട്ടുള്ള ഖബറിൽ നിന്നൊരു കിതാബ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദിന് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പൊന്മള ഉസ്താദ് പറയുന്നത്. അതിലെന്താണ് പ്രശ്നം? അങ്ങനെ നടന്നുകൂടെ? അതൊക്കെ പുച്ഛത്തോടു കൂടി പറയുകയാണ്. ഒരാൾക്കിത് തീരുമാനമെടുക്കാനുള്ള കാരണങ്ങളാണോ ഇതൊക്കെ? ഇനി മറ്റൊന്നിൽ നോക്കൂ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഉസ്താദ് പറയുന്നു, പിന്നെ അതേപോലെ മുക്കത്തുകാരൻ TMC എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്ന ഒരു തരീഖത്ത്, അത് മീനങ്ങാടി സ്വദേശി സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആമിയ്യ്, അയാൾ ശൈഖായതാ. അയാളുടെ അനുയായിയായി മുരീദായി നേരത്തെ ദർസൊക്കെ നടത്തിയിരുന്ന നല്ല സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ നല്ല പ്രസംഗനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി, TMC എന്ന് പറയുന്ന വ്യക്തി, ഈ നിസ്കാരവും നോമ്പും എല്ലാം നിർത്തിവെച്ചു, ഈ ശൈഖിന്റെ പിന്നാലെ കൂടി. നഅൂദു ബില്ലാഹ്. നോക്കൂ, TMC ഉസ്താദ് നിസ്കാരവും നോമ്പും ഒക്കെ നിർത്തിവെച്ചു എന്ന് ഉസ്താദ് തുറന്നടിക്കുകയാണ്. എന്ത് തെളിവോ ഉസ്താദിൻ്റെ അടുത്തുള്ളത്? നാളെ അള്ള ചോദിക്കുകയാണ്, നീ കണ്ടോ TMC നിസ്കരിക്കാതെ നീ കണ്ടോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് എന്തും തെളിവ് കൊടുക്കും? TMC നോമ്പ് നോൽക്കാത്തത് നീ കണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഉസ്താദ് കൊടുക്കുക? ഇതൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാത്ത ആളാണ്, നോമ്പ് നോക്കാത്ത ആളാണെങ്കിൽ AP ഉസ്താദ് അദ്ദേഹം വഫാത്താവുമ്പോൾ പോകുമോ? നിസ്കരിക്കാത്തവൻ ഫാസിക്കല്ലേ? ഫാസിക്കിൻ്റെ മുബത്തദീനെ മൈതുസ്കാരത്തിന് പോകാൻ പറ്റുമോ? പറ്റൂല. അവിടെ പോവുകയും TMC ഉസ്താദ് വഫാത്തായത് ഏറ്റവും യോജിച്ച മാസമാണ്. അത് അദ്ദേഹത്തിൻ്റെ വിയോഗം സമുദായത്തിൻ്റെ നഷ്ടമാണ്. നിസ്കരിക്കാത്തവൻ്റെ വിയോഗം സമുദായത്തിൻ്റെ നഷ്ടമാണോ? പൊന്മള ഉസ്താദ് അവറുകളെ, എന്താണ് സുഹൃത്തുക്കൾ ഇവിടെ നടക്കുന്നത്? ഈ പറയപ്പെടുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആക്ഷേപിക്കുന്ന, പൊന്മള ഉസ്താദ് ആക്ഷേപിക്കുന്ന വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് സൽമാൻ ബാവ. അതല്ലേ നമ്മളിപ്പോൾ കണ്ടത്? നോക്കൂ, കണ്ടോ? പൊന്മള ഉസ്താദ് ഇവിടെ ആക്ഷേപിക്കുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന മഹാനായ ഷെയ്ഖ് സൽമാൻ ബാവ എന്നവരുടെ ഹദറത്തിൽ ആരാണ് പോയിരിക്കുന്നത്? AP ഉസ്താദും ചെറിയ AP ഉസ്താദും എത്ര അദബോടുകൂടിയിരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ, പൊന്മള ഉസ്താദിനെ കുറിച്ച് ഷെയ്ഖ് സൽമാൻ ബാബ ചില വാക്കുകൾ പറയുന്നുണ്ട്, ചില അൽഫാദുകൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പോലും പലതും മറുത്തു പറയാൻ പറ്റുന്നുണ്ടോ ചെറിയ AP ഉസ്താദിനും? ഇല്ല. അത്രയും ഭയഭക്തിയോടുകൂടി ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു പണക്കാരൻ്റെ മുന്നിൽ AP ഉസ്താദ് അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ AP ഉസ്താദൊക്കെ. അപ്പോൾ അത്രയും ഭക്തിയും ബഹുമാനവും അവർക്ക് കൊടുക്കുകയാണ് ഈ പണ്ഡിതന്മാർ എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ വ്യക്തമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുപോലെ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പേരോട് ഉസ്താദ് പറയുന്നത് കേൾക്കൂ. ത്തിന് ശേഷം ആ തീരുമാനം അവരുടെ സമസ്ത പിൻവലിച്ചു. അങ്ങനെ പിൻവലിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ സമസ്തക്ക് ഇന്ന് വരെ വന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ വരികയുമില്ല. നോക്കൂ, സമസ്ത എന്തൊക്കെയോ തീരുമാനമെടുത്തു, അത് പിൻവലിക്കേണ്ട ഗതികേട് നമുക്ക് വരികയില്ലെന്നാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ? ഉസ്താദിൻ്റെ സമസ്തയുടെ ഏറ്റവും വലിയ നേതൃത്വങ്ങൾ AP ഉസ്താദും ചെറിയ AP ഉസ്താദും നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറയുന്ന ഷെയ്ഖ് സൽമാൻ ബാബ എന്നിവരുടെ ഹദറത്തിൽ പോയി അവരുടെ ഗുരുമുഖത്ത് നിന്നുകൊണ്ട് വരങ്ങളേറ്റുവാങ്ങുന്ന നയനാനന്ദകരമായ കാഴ്ച. അപ്പോൾ സമസ്തയുടെ തീരുമാനം തെറ്റിയെന്നല്ലേ അതിനർത്ഥം? എന്ന് മശായിഹന്മാർക്കെതിരെ ഖുത്ബുൽ-ആലം CM വലിയുള്ളാഹി അടക്കമുള്ള മഹാന്മാർക്കെതിരെ നിലപാടെടുത്തു, അന്ന് തുടങ്ങി സമസ്തയുടെ അപജയം. പ്രിയപ്പെട്ടവരെ, ഒരു പണ്ഡിതൻ പറഞ്ഞോ സമസ്തയിൽ ഇതൊന്നും ശരിയല്ല, നമുക്കിതുമായി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ആദരവോട് കൂടി തന്നെ പറയുന്നത്. പക്ഷെ സത്യം അൽ ഹഖു അഹഖു അയ്യുത്തബഅ, മനസ്സിലായോ? ഹക്ക് അത് പിന്തുടരപ്പെടേണ്ടതാണ്. നമ്മളവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഹക്കിനെതിരെ നമുക്ക് നിൽക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? പറ്റില്ല. ഉസ്താദ് പറഞ്ഞു കേട്ടോ. കാരണം അത് ആലിമീങ്ങളാണ്. അവർ ചെയ്തിട്ട് ബോളിവുകൾ അതാ അറിയാത്തവർ എല്ലാവരും ഒരുപോലെ അത് കേട്ട്
ലഭിച്ചിട്ടില്ലാത്തവർക്ക് തെളിവുകൾ ആധികാരികമായി കാണിച്ചു കൊടുത്ത് എല്ലാവരും ഒരുപോലെ അത് കേട്ട് മനസ്സിലാക്കി ഏകോപിതമായിട്ടല്ലാതെ ഇന്ന് വരെ നമ്മുടെ സമസ്ത ഒരു വ്യക്തിക്കെതിരെയോ ഒരു സംഘടനക്കെതിരെയോ ഒരു വിഷയത്തിലോ നമ്മുടെ സമസ്ത ഇന്ന് വരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹമാണ്. പടച്ച റബ്ബ് ഖിയാമത്ത് നാൾ വരെ ആ പണ്ഡിത സഭയ്ക്ക് അതേ നിലക്ക് തന്നെ ദീനിന് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ അതാ ചിലർ കത്ത് തന്നിട്ടുണ്ട്. ആ കത്തില് കുരുവട്ടൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്തല്ലോ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ചില പണ്ഡിതന്മാർ അതിന് എതിരാണെന്ന് ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് 2 കത്തുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആ വിഷയത്തിലും ഒരു തർക്കവും ഇന്ന് വരെ നടന്നിട്ടില്ല. നോക്കൂ, എത്ര കോൺഫിഡൻസോട് കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത്. ശുദ്ധമായ കളവല്ലേ അത്? ശുദ്ധമായ കളവല്ലേ? കളവ് ആര് പറഞ്ഞാലും കളവാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടത്. ഇതാ നോക്കൂ. അപ്പൊ ഇത് കളവല്ലേ? പൂർണ്ണമായി പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് യാ ബുനയ്യ ഇയ്യാക വൽ കദിബ്, യാ ബുനയ്യ ഇയ്യാക അൻ തകദിബ, ഓ പൊന്നുമോനെ നീ കളവ് പറയരുതെന്ന് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയോട് അവിടുത്തെ മാതാവ് ഉപദേശിച്ചു. അതുകൊണ്ട് മക്കളെ നിങ്ങൾ കളവ് പറയരുത് എന്ന് ചെറിയ മദ്രസയിൽ തൊട്ട് നമ്മളൊക്കെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, അവരുടെയൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു വൈചിത്ര്യവുമില്ലാതെ, വൈക്ലഭ്യവുമില്ലാതെ നുണ പറയുന്ന കാഴ്ച. ഓ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സമയമായി കേട്ടോ. ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്, നിങ്ങളുടെ ബുദ്ധി അഫലായ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ പല വട്ടം പല സ്ഥലങ്ങളിൽ അന്യത്ര അവിടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അള്ളാഹു നമ്മളോട് സംവദിക്കുന്നത്, നമുക്കല്ല നൽകിയ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം. ആ ബുദ്ധി കൊണ്ട് സ്വതന്ത്രമായിട്ടല്ല ചിന്തിക്കേണ്ടത്, മഹാന്മാരായ സജ്ജനങ്ങളുമായുള്ള ബന്ധത്തിലൂടെ, അവരുമായുള്ള തഅല്ലുക്കിലൂടെ, അവരുമായുള്ള ആ സുഹബത്തിലൂടെ. അങ്ങനെ നമ്മൾ ആ സുഹബത്ത് നിലനിർത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സത്യം തുറന്നു തരും. പലപ്പോഴായി ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുകൾ പറയുമ്പോൾ ആളുകൾ എന്നെ തെറി പറയുമായിരുന്നു, ഞാൻ കുരുവട്ടൂരിയാണ്, ഞാൻ മറ്റേ ഊരിയാണ് എന്നൊക്കെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഫിലിയേഷനും ഇല്ല. ഞാൻ മഹാന്മാരെ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടലിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ സംഘടനയിൽ കുറച്ച് നാൾ നിന്നു. പക്ഷേ ആ സംഘടന മേപ്പടി അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായ ചെല്ലും ചെയ്തിയും നിലപാടുകളും ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെ നിൽക്കാൻ കഴിയും? ഈമാനുള്ളവന് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അതേസമയം ആ പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷെ അവർ പറയുന്ന അസത്യങ്ങളെ നമ്മൾ ഖണ്ഡിക്കും, അത് സ്വീകരിക്കുകയും ഇല്ല. അവർ കൂടി നന്നാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവർ നമ്മുടെ ആളായിട്ട് തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പണ്ട് അണ്ടോണ ഉസ്താദ് പറഞ്ഞതുപോലെ അവരൊക്കെ നമ്മുടെ ആൾക്കാരായി നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. സജ്ജനങ്ങളോടൊപ്പം സജ്ജനപാതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം, അവരെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് മരിക്കണം ഈമാനോടുകൂടി. അല്ലാതെ ഈ പറയപ്പെട്ട മഞ്ചേരി മജീദിൻ്റെയും മലപ്പുറം മൊയ്തീൻ്റെയും അതുപോലെ തന്നെ പറമ്പിൽ ബസാർ മൈമുട്ടിയുടെയും വാളക്കുളത്തിൻ്റെയും ഒക്കെ കൂടെ കൂടി കറക്കുക മുന്നിൽ കൂടി നിങ്ങൾ പണ്ഡിതന്മാരെയും മഹാന്മാരെയും ചീത്ത പറയാൻ തുനിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അടക്കം നിങ്ങളുടെ സമൂലം നാശത്തിലൊടുങ്ങുമെന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. തംബീഹുൽ ഗാഫിലീൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.